ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ വയനാട്ടിലേക്ക് എത്തിയ രാഹുൽ ഗാന്ധി രാത്രി 1:30 എക്സിൽ കുറിക്കുന്നത് തന്നെ ഇഡി ചോദ്യം ചെയ്യാൻ വരുന്നുണ്ട് എന്നായിരുന്നു. അതിനുള്ള ചില വിവരങ്ങൾ തനിക്ക് ലഭ്യമായിട്ടുണ്ട് എന്ന് അദ്ദേഹം അന്ന് പറയുകയും ചെയ്തു. അന്ന് തന്നെ ഉയർന്ന പ്രധാന സംശയം ഏത് കേസിലാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുക എന്നതാണ്. നിലവിൽ രാഹുൽ ഗാന്ധിയുടെ പേരിലുള്ളത് 2 കേസുകൾ മാത്രമാണ്. അതിലൊന്ന് നാഷണൽ ഹെറാൾഡ് കേസും മറ്റൊന്ന് അദ്ദേഹത്തിന്റെ ഇരട്ട പൗരത്വവുമായി ബന്ധപ്പെട്ടുള്ളതുമാണ്. ഇരട്ട പൗരത്വവുമായി ബന്ധപ്പെട്ട് കോടതിയിലെത്തിയ കേസിൽ അതിൽ തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണ് എന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ കോടതിക്കൊന്നും ചെയ്യാനോ ഏതെങ്കിലും അന്വേഷണ ഏജൻസിക്ക് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനോ ഇല്ല. കാരണം ഇരട്ട പൗരത്വമുണ്ടെന്നുള്ളത് രാഹുൽ ഗാന്ധി തന്നെ സ്വയം ഡിക്ലെയർ ചെയ്ത കാര്യമാണ്. വേണമെങ്കിൽ രാഹുൽ ഗാന്ധിയെ ആ കേസിൽ ഇരട്ട പൗരത്വവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പൗരത്വം റദ്ദ് ചെയ്യാവുന്നതാണ്. എന്നാൽ അത് വലിയ രാഷ്ട്രീയ പ്രശ്നങ്ങളിലേക്ക് പോകും എന്നുള്ളത് കൊണ്ടാണ് എന്ന് തോന്നുന്നു BJP ആ വിഷയത്തിൽ ഇതുവരെ കൃത്യമായ ഒരു തീരുമാനം എടുത്തിട്ടുമില്ല. പിന്നെയുള്ള ആകെയുള്ള അദ്ദേഹത്തിനുള്ള കേസ് നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ടുള്ളതാണ്. റോബർട്ട് വാദ്രയുമായി ബന്ധപ്പെട്ടുള്ള ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട കേസുകളിലൊക്കെ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ അതിന് കാരണക്കാരാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഒക്കെ ബലത്തിലും അവരുടെ ബന്ധത്തിന്റെ പിന്തുണയിലും ഒക്കെയാണ് ഇത്രയും കാലം റോബർട്ട് വാദ്ര തഴച്ചു വളർന്നതെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ ആ കേസുകളിലൊന്നും ഇവരെ ആരെയും പ്രതി ചേർക്കുകയോ ചോദ്യം ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ ചില വ്യക്തതകൾ വരുത്താനായി വീണ്ടും ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരുങ്ങുകയാണ്. തുടർ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധിക്ക് ഇഡി ഉടൻ നോട്ടീസ് നൽകിയേക്കുമെന്നാണ് സൂചന. അന്വേഷണ നടപടികൾ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായാണ് ചോദ്യം ചെയ്യലെന്നും സൂചനയുണ്ട്. കേസിൽ 751 കോടി രൂപയുടെ സ്വത്തുക്കൾ ഇഡി നേരത്തെ കണ്ടുകെട്ടിയിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധിയെ 3 ദിവസവും രാഹുൽ ഗാന്ധി 5 ദിവസവും നേരത്തെ ഇഡി ചോദ്യം ചെയ്തിരുന്നു. കോൺഗ്രസിന്റെ ശക്തമായ പ്രതിഷേധങ്ങൾക്കിടെയായിരുന്നു ചോദ്യം ചെയ്യൽ. അതേസമയം സോണിയാഗാന്ധിയെ വീണ്ടും ചോദ്യം ചെയ്യുമോ എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടുമില്ല. ഏതായാലും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ ഈ കേസിൽ വലിയ രീതിയിലുള്ള അഴിമതി കാണിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ജനങ്ങൾക്കിടയിൽ ഇല്ലതാനും. ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ തരത്തിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാനുള്ള സാധ്യതകൾ നിലനിൽക്കുമ്പോഴാണ് തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്, ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചത്. അതിന് കാരണം ഇരവാദം മുഴക്കാനുള്ള അടുത്ത തന്ത്രമാണ് എന്ന് നമുക്കേവർക്കും സാധിക്കുന്നു. നേരത്തെയും ഇതുപോലെ തന്നെ ഇഡി ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ വലിയ രീതിയിലുള്ള ഇരവാദം മുഴക്കിക്കൊണ്ട് അദ്ദേഹത്തെ രാഷ്ട്രീയപരമായി തേജോവധം ചെയ്യാനുള്ള ശ്രമമാണ് ഇഡിയും കേന്ദ്ര സർക്കാരും ചേർന്ന് കാണിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ തെരുവിലിറങ്ങിയ ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു. അത്തരമൊരു സാഹചര്യം ഒരുക്കാനാണ് രാഹുൽ ഗാന്ധി വളരെ വികാര നിർഭരമായി നേരത്തെ തന്നെ എക്സിൽ കുറിച്ചത് എന്ന് വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്.